ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ എനിക്ക് സുഖമാണ് കേട്ടോ. കടയിലേക്കുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തത് കൊണ്ടുവയ്ക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ലൈൻ സപ്ലൈക്കാരൊക്കെ സാധനങ്ങൾ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് സാധനങ്ങളൊക്കെ എല്ലാം സ്റ്റോക്കായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞ് ഞാൻ നേരെ വേറൊരു കടയിലാട്ടോ പോയത്. അപ്പോൾ അവിടെയും നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഐറ്റംസൊക്കെ തീർന്നോന്ന് ചെക്ക് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ ഐറ്റംസൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി വൈകിട്ട് സാധനങ്ങളൊക്കെ കൊടുത്തു വരുമ്പം വേണം ഇവിടെ കൊണ്ടുവന്ന് വെക്കാനായിട്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ. അവരെയൊക്കെ വീഡിയോ എടുക്കാമെന്നൊന്നും പറഞ്ഞ് നോക്കുകയാണേ. ഇപ്പം ഞാൻ കോഴികൾക്ക് കുറച്ച് തീറ്റ മേടിക്കാനായിട്ട് വന്നതാണ്. കോഴിത്തീറ്റയല്ല കേട്ടോ, അരിയും ഗോതമ്പൊക്കെയാണ്. ഈ കടയുടെ തൊട്ടടുത്തായിട്ടുള്ള കടയിലേ ലോഡ് വന്ന് ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഉപ്പാണ് കേട്ടോ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീഡിയോ എടുത്തപ്പോൾ അവരൊക്കെ പരിചയപ്പെട്ടു കേട്ടോ. അങ്ങനെ 6-ാം നമ്പർ പോളിലെ ലോഡിങ്കാരാണ് ഇതൊക്കെ ഇറക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലോട്ട് വന്ന് അപ്പോൾ ഇനി കടയിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. എന്നെക്കാളും മുന്നേ തന്നെ തക്കട് വണ്ടീൻ്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മിച്ചിൻ്റെ കൂടെ വരുമെന്നും പറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊരു ഡൗട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇതിന് എക്സ്പയറി ഡേറ്റ് വയ്ക്കുന്നതെന്നാണ് ചോദിച്ചേട്ടാ. ഞാൻ ബെസ്റ്റ് ബിഫോർ 60 days ആണ് കേട്ടോ വയ്ക്കുന്നത്, 2 months. അതിൽ എക്സ്പയറി ഡേറ്റ് ആയിട്ട് 2 months ഉണ്ടല്ലോ, അതായത് 60 ദിവസം അത്രയും ആണ് വെക്കുന്നത്. പിന്നെ പ്രത്യേകം ഡേറ്റ് അടിക്കാറില്ല. പിന്നെ പാക്കിങ് ഡേറ്റ് ഇടാറുണ്ട്, നമ്മൾ പാക്ക് ചെയ്ത് ചെയ്യുന്നതിൻ്റെ അന്നത്തെ ആ ഒരു ദിവസം. പിന്നെ ഈ പ്രോഡക്റ്റൊന്നും നമ്മൾ ഉണ്ടാക്കുന്നതല്ല, മേടിച്ചുകൊണ്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ലൈസൻസിൻ്റെ കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈസൻസ് നമ്മൾ അക്ഷയ വഴിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് ആധാർ കാർഡും ഫോട്ടോയും ഒക്കെ വേണം. പിന്നെ ഞാൻ എടുത്തപ്പോൾ എനിക്കൊരു 350 രൂപ ആണ് ചിലവായത് കേട്ടോ. അപ്പോൾ നമ്മളുടെ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിടത്ത് ചോദിക്കുമ്പോൾ അതുപോലെ 1-2 കൂടെ ചോദിച്ച് അന്വേഷിച്ചിട്ടൊക്കെ ചെയ്താൽ മതി. തക്കടുവേ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ നിർബന്ധം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഞാൻ ഉമ്മച്ചിൻ്റെ കൂടെ വരുമെന്നും പറഞ്ഞ്. അങ്ങനെ ഉമ്മയൊക്കെ തന്ന് തക്കടു. പിന്നെ വരാൻ നേരത്ത് മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുവരാനുള്ള സാധനങ്ങളൊക്കെ ഓർഡറൊക്കെ ഇട്ട് കേട്ടോ കടയിലേക്ക്. അപ്പോൾ അത് കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ ഹോൾസെയിൽ ഷോപ്പിലേക്ക് സാധനങ്ങളില്ലാത്തടത്ത് കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ നേരെ കടയിലോട്ട് വന്ന് അതുകൊണ്ട് നമ്മൾ തീർന്ന ഐറ്റംസൊക്കെ എല്ലാം 5-5 ബോർഡ് കേട്ടോ, അത്രയാണ് എടുക്കുന്നത്. പോകുന്നതിനനുസരിച്ച് നമ്മൾ കൊണ്ടുവയ്ക്കത്തതേ ഉള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ബോർഡ് ഐറ്റംസിൻ്റെ ബിസിനസ്സൊക്കെ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു മേഖലയാട്ടോ. ഒരുപാട് പേര് എൻ്റെ വീഡിയോ കണ്ടിട്ടും അല്ലാതെയും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ വരുമാനം സംരംഭവും തുടങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള ഐറ്റംസ് സ്പൈസസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൂടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്പൈസസൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്പൈസസ് എടുക്കാൻ നല്ല റേറ്റ് വരുന്നുണ്ട്. എല്ലാം ഒരു 1/2 kg വെച്ച് എടുക്കുകയാണെങ്കിലും അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം അങ്ങനെയൊക്കെ തന്നെയാണ് എടുത്തത്. പിന്നെ എനിക്ക് കൂടുതലും സെയിലുള്ളത് ഈ കടലയും മിഠായികളും അതൊക്കെ ആയതുകൊണ്ട് ആ ഒരു ഇതിപ്പം ഞാൻ അത്രയും ചെയ്ത് കൊടുക്കുന്നില്ല. ആവശ്യമുള്ളവർക്ക് മാത്രം നമ്മുടെ കയ്യിലുള്ളത് വെച്ച് ഞാൻ ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതലും നമ്മുടെ കടയത്തേക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊക്കെ. അതുപോലെ തന്നെ സാധനങ്ങൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചെടുക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ഐറ്റംസ് പോവാതെ അവിടെ തന്നെ ഇരുന്ന് കുറേ നാളിരുന്ന് കഴിഞ്ഞാൽ ഡേറ്റ് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ തിരിച്ചെടുക്കേണ്ടി വരും. എന്നിട്ട് അതിന് പകരം വേറെ സാധനങ്ങൾ എത്ര ബോർഡാണോ നമ്മൾ ഡേറ്റ് കഴിഞ്ഞത് എടുത്തത് അത്രയും ബോർഡ് നമ്മൾ തിരിച്ച് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അതൊക്കെ ഒരു ബിസിനസ്സിലുള്ളൊരു വിശ്വാസമാണ്. അത് നമ്മൾ ചെയ്തു കൊടുത്തേ പറ്റൂ. ഞാൻ വെക്കുന്നിടത്തൊന്നും അങ്ങനെ വരാറില്ല. ഏറെക്കുറെയൊക്കെ പോയി തീരും. പിന്നെ നമ്മൾ ആഴ്ചയിൽ 1-2 വട്ടമാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് സമയമൊന്നും കടകളിൽ ഇരിക്കാറില്ല കേട്ടോ. അതൊക്കെ പോയി പെട്ടെന്ന് പോവും. എന്താ വെച്ചാൽ ഇത് ഇങ്ങനെയുള്ള ചെറിയ കടകൾ ലക്ഷ്യമിട്ടാണ് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത്.
അല്ലാതെ കൊടുക്കുന്ന കടകളിലൊക്കെ ഈ ഐറ്റംസൊക്കെ പോവാൻ കുറച്ച് വൈകുന്നുണ്ടെന്ന് പറഞ്ഞാൽ എക്സ്പയർ ആയി പോവാറൊന്നുമില്ല. ഒരു 2 ആഴ്ചക്കകത്തും അങ്ങനെ തീരത്തതേ ഉള്ളൂ. പിന്നെ ബോർഡ് ഐറ്റംസിനെ കുറിച്ച് ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് ഐറ്റംസ് ബോർഡിൽ ഇതുപോലെ ബിസിനസ് ആക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റും. പലചരക്ക് ഐറ്റംസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുളക്, വറ്റൽമുളക്, അതുപോലെ എണ്ണയിലിട്ട് വറുക്കുന്ന കൊണ്ടാട്ടങ്ങൾ, അങ്ങനെ കുറേ ഐറ്റംസ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് വേറെ ഐറ്റംസൊക്കെ ഇരിപ്പുണ്ട്. അതായത് സോഡാപ്പൊടി, പിന്നെ നമ്മുടെ സേഫ്റ്റി പിന്നില്ലേ, സേഫ്റ്റി പിന്ന്, റബ്ബർ ബാൻഡ്, അതുപോലെ കുറേ ഐറ്റംസ് ബോർഡ് ഇവിടെയും വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തിരികെ പോകുന്ന സമയത്ത് എനിക്ക് പാക്ക് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. അപ്പോൾ നാരങ്ങ മിഠായിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ രാവിലെ കട തുറന്ന സമയത്താട്ടോ ഞാൻ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് വന്നത്. അപ്പോൾ ആദ്യം അങ്ങോട്ട് വെച്ചോണ്ട് അവർ അങ്ങോട്ട് പൈസയൊന്നും ചെല്ലുന്നതിന് മുമ്പ് ഇങ്ങോട്ട് തരത്തില്ല. അതുകൊണ്ട് വൈകിട്ട് വരുമ്പം വരാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ വെച്ച ഐറ്റത്തിൻ്റെയും ഞാൻ എടുത്ത ഐറ്റത്തിൻ്റെയും ഒക്കെ ഒന്ന് കണക്കൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പൈസയൊക്കെ മേടിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വീഡിയോയിൽ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സി യു.